UDF അധികാരത്തിലെത്തിയാൽ അട്ടപ്പാടി റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുതുയുഗ യാത്രയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. UDF അധികാരത്തിലെത്തിയാൽ അട്ടപ്പാടിയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകും. എത്ര നാളായി അട്ടപ്പാടി റോഡിന്റെ കാര്യം MLA ഉന്നയിക്കുന്നു. അട്ടപ്പാടിക്ക് ഒരു കണക്ടിവിറ്റി ഉണ്ടാകണം. അതിന് UDF അധികാരത്തിലെത്തിയാൽ അട്ടപ്പാടി റോഡ് പൂർത്തിയാക്കും. അട്ടപ്പാടിയിലെ പാവപ്പെട്ട ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കും. കഴിഞ്ഞ വർഷം 512 കോടി രൂപയാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറച്ചത്. വന്യമൃഗശല്യം നേരിടാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കും. മൃഗങ്ങളുടെ നീക്കങ്ങൾ മനസ്സിലാക്കി ശബ്ദവും വെളിച്ചവും പുറപ്പെടുവിച്ച് അവയെ അകറ്റുന്ന വിദേശ രാജ്യങ്ങളിലെന്ന പോലെ ഇവിടെയും നടപ്പാക്കുമെന്നും സതീശൻ ഉറപ്പു നൽകി. അട്ടപ്പാടിക്ക് ഒരു കണക്ടിവിറ്റി ഉണ്ടാവും. ആ റോഡ് UDF യാഥാർത്ഥ്യമാക്കും. ധൈര്യമായിട്ടിരുന്നു. അട്ടപ്പാടി പ്രത്യേകമായ പരിഗണന ഉണ്ടാവും. ആ പാവപ്പെട്ട മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കും. അവർക്ക് സംരക്ഷണം ഉണ്ടാവും. മുഴുവൻ സംരക്ഷണവും കൊടുക്കും. കഴിഞ്ഞ കൊല്ലം 512 കോടി രൂപയാണ് SC/ST ഫണ്ട് പ്ലാനിൽ നിന്ന് കട്ട് ചെയ്തത്. ഈ ഇതില്ലേ നമ്മുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുമല്ലോ, നമ്മുടെ ഫണ്ട് കൊടുക്കുമ്പോൾ അതുപോലും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. എല്ലാ പരിപാടികളും ചെയ്യും. ഇതിനെല്ലാം കേരളത്തിൽ മാറ്റമുണ്ടാകും. നിസ്സംഗരായിരിക്കുന്ന ഒരു ഗവൺമെന്റാ. അവിടെ ഞങ്ങൾ പറയുന്നു, മലയോര യാത്ര നടത്തിയപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങൾ അതിനുവേണ്ടിയുള്ള സംരംഭങ്ങൾ കണ്ടെത്തി, പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചു, ആധുനികമായ സങ്കേതങ്ങൾ സമന്വയിപ്പിച്ചു, വന്യജീവി ആക്രമണത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് വരെ ഉപയോഗിക്കും. മൃഗങ്ങളുടെ മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. അവരെ AI ഉപയോഗിച്ച്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കിയും വെളിച്ചമുണ്ടാക്കിയും തിരിച്ചോടിക്കാൻ ലോകരാജ്യങ്ങളിൽ ഉള്ള മെത്തേഡ്സ് കേരളത്തിലെ എല്ലാ പ്രശ്ന ബാധിത പ്രദേശങ്ങളിലും നടപ്പാക്കും. ഇത് UDFന്റെ വാക്ക്. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.